കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. റഷ്യ ഒന്നുകിൽ പഴയ റഷ്യൻ എംപയർ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ പഴയ സോവിയറ്റ് കാലഘട്ടം പുനർസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അങ്ങനെ ഒരു മനസ്സിലിരിപ്പ് പുടിനുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നിപ്പോ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കവർ ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. പുടിൻ ഒരു പുതിയ നിയമം ഇപ്പോൾ പാസാക്കിയിരിക്കുകയാണ്. ഒരു പുതിയ നിയമത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ബെലാറസിലുള്ള ആളുകൾ, റഷ്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് വോട്ടവകാശം കൊടുക്കുന്ന, അവർക്ക് സ്ഥിരമായി തന്നെ അവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കുന്ന ഒരു നിയമത്തിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റഷ്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി ബെലാറസിലെ ആളുകൾക്കും വോട്ട് ചെയ്യാം. ഈ ബെലാറസും റഷ്യയും എന്ന് പറയുന്നത് അത് ഈ സയാമിസ് ഇരട്ടകളെ പോലെയാണ്. വളരെ അടുപ്പം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ബെലാറസ് എന്ന് പറയുന്നത് പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യം കൂടിയാണ്. സോവിയറ്റിന്റെ തകർച്ചയോടെ യുക്രൈനും ബെലാറസും റഷ്യയും ഒക്കെ വെവ്വേറെ രാജ്യങ്ങളായെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം സോവിയറ്റിന്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ ഉക്രൈനെതിരായി നടക്കുന്ന യുദ്ധത്തിൽ ഈവൻ ബെലാറസ് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ ആണവായുധങ്ങൾ ബെലാറസിൽ വരെ വിന്യസിച്ചിട്ടുണ്ട്. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ബെലാറസിലുണ്ട്. ബെലാറസിനെ റഷ്യ അവരുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. പുടിന്റെ മനസ്സിൽ ആ ഒരു യൂണിയൻ സ്റ്റേറ്റ് പ്ലാൻ ഇപ്പോൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെയൊക്കെ പടിപ്പടിയായിട്ട് റഷ്യയുടെ ഭാഗമാക്കി മാറ്റുക. പുടിന്റെ മനസ്സിൽ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോ എങ്ങനെയാണ് റഷ്യൻ ഫെഡറേഷൻ, ഇപ്പോഴത്തെ റഷ്യ, അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു ഫെഡറൽ സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ് ഈ റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത്. സോവിയറ്റ് കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ യൂണിയൻ ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, അതിനൊരു മാറ്റമുണ്ട്. ഇപ്പോൾ ഫെഡറൽ സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ആയിട്ടാണ് റഷ്യൻ ഫെഡറേഷൻ നിലനിൽക്കുന്നത്. ഇപ്പോൾ റഷ്യയില് ചില സ്വതന്ത്രമായ ചില അവകാശങ്ങളുള്ള ചില പ്രദേശങ്ങൾ ഉണ്ടാവാം, സ്റ്റേറ്റുകൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ യൂണിയൻ ടെറിട്ടറി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല 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 സംവിധാനങ്ങൾ റഷ്യയ്ക്കുള്ളിൽ ഉണ്ടെങ്കിലും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് ആണ്. അതായത് കംപ്ലീറ്റ് കൺട്രോൾ മോസ്കോയുടെ കയ്യിലാണ്. ഇന്നത്തെ റഷ്യയെ 89 ഫെഡറൽ സബ്ജക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതില് റിപ്പബ്ലിക്സ് എന്ന് പറയുന്നത് 22 ഉണ്ട്. ഈ സബ്ജക്റ്റുകളിൽ തന്നെ റിപ്പബ്ലിക്സ് എന്ന് പറയുന്നത് 22 ഉണ്ട്. ഈ 22 റിപ്പബ്ലിക്കുകൾ, അതിലാണ് ചെച്നിയ പോലെയുള്ള റിപ്പബ്ലിക്കൊക്കെ വരുന്നത്. ഇവർക്ക് ചില സവിശേഷമായ അധികാരങ്ങൾ ഉണ്ടാവും. ഇവരുടെ കൾച്ചറൽ ഓട്ടോണമി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. സ്വന്തമായ ചില ഭരണഘടനയും ഒഫീഷ്യൽ ലാംഗ്വേജും ഒക്കെ ഇവർക്കുണ്ടാവും. അതായത് റഷ്യൻ ഫെഡറേഷനിലെ 89 ഫെഡറൽ സബ്ജക്റ്റുകളിൽ ഈ 22 റിപ്പബ്ലിക്സ് കുറച്ച് കൂടുതൽ അധികാരങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റുകളിൽ റഷ്യൻ ഫെഡറൽ സിറ്റികളുണ്ട്. ഈ 3 എണ്ണത്തിലാണ് മോസ്കോയും സെയിന്റ് പീറ്റേഴ്സ്ബർഗും ഒക്കെ ഉൾപ്പെടുന്നത്. പിന്നെ സാധാരണ രീതിയിലുള്ള പ്രോവിനൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ പോലെ അങ്ങനെയുള്ളത് 46 ഉണ്ട്. ഓട്ടോണമസ് പ്രോവിനൻസ് ഉണ്ട്. ഈ ഓട്ടോണമസ് പ്രോവിനൻസ് എന്ന് പറയുന്നത് ജൂതന്മാർക്ക് സ്വാധീനമുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിലേക്ക് ഒന്നുകിൽ യൂണിയൻ സ്റ്റേറ്റുകളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം, പഴയ സോവിയറ്റ് കാലഘട്ടത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഒരു യൂണിയൻ സ്റ്റേറ്റ് സമ്പ്രദായം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം പുടിൻ നടത്താൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പുടിന്റെ മനസ്സിൽ ചെച്നിയ പോലെയുള്ള റിപ്പബ്ലിക്കുകളെ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കൺട്രോൾ മോസ്കോയിൽ വളരെ കൂടുതലായിട്ട് കൺട്രോൾ അവർക്ക് ചെയ്യാൻ പറ്റും, അവരുടെ ഭാഗമായിട്ടുള്ള റിപ്പബ്ലിക്സ് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും പുടിൻ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെയാണ് പോകുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോ ഈ നമ്മുടെ ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിന് നൽകിയിരിക്കുന്ന സവിശേഷമായ സൗജന്യങ്ങൾ, ഇത് ഈ ബെലാറസിനെ റഷ്യയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ തുടക്കമാണ്. കാരണം ബെലാറസ് ഇപ്പൊ ഭരിക്കുന്നത്, കഴിഞ്ഞ കുറെ കാലമായി ഭരിക്കുന്നത് പുടിനോട് ആഭിമുഖ്യമുള്ള, പുടിനോട് വിധേയത്വമുള്ള ഒരു പ്രസിഡന്റാണ്. മാത്രമല്ല അവിടെയുള്ള ജനങ്ങളും റഷ്യയുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഈ ബെലാറസ് റഷ്യയുടെ ഭാഗമായിട്ട് പടിപ്പടിയായിട്ട് മാറുകയാണെങ്കിൽ പിന്നാലെ തന്നെ പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും റഷ്യയുടെ ഭാഗമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അർമേനിയയും അസർബൈജാനും ഒക്കെ പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്നതാണ്. കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും ഒക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ ലാത്വിയ, ലിത്വാനിയ, ഇങ്ങനെയൊക്കെ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഇതൊക്കെ പതിയെ റഷ്യ അവരുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതാണ് യൂറോപ്പ് ഭയപ്പെടുന്നതും. റഷ്യൻ ഫെഡറേഷൻ ഇപ്പോൾ ആലോചിക്കുന്നത് സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ പഴയ നമ്മുടെ റഷ്യൻ എംപയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ? ഇത് രണ്ടും അവരുടെ മനസ്സിലുണ്ടോ എന്ന് അറിയില്ല. കാരണം റഷ്യൻ എംപയറിന്റെ കാലത്ത് കുറെ രാജ്യങ്ങൾ, ഇന്നത്തെ സ്വതന്ത്ര രാജ്യങ്ങൾ, അന്ന് അതിന്റെ ഭാഗമായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായ സമയത്ത് അതിൽ കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല.
പക്ഷെ സോവിയറ്റിന്റെ കാലത്ത് പുതിയ കുറെ രാജ്യങ്ങൾ കൂടി റഷ്യയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ സോവിയറ്റ് കാലത്തും റഷ്യൻ എംപയറിന്റെ കാലത്തും ഉണ്ടായിരുന്ന അന്ന് ഇവരുടെ ഭാഗമായിരുന്ന ഇന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന രാജ്യങ്ങളെ ഒന്നൊന്നായിട്ട് പിടിച്ചെടുക്കാനുള്ള ഒരു സ്വപ്നം പുടിനുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞത്. അതിനെ സാധൂകരിക്കുന്ന ഒരു ചെറിയ നീക്കമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ബെലാറസിൽ നിന്ന് റഷ്യയിൽ വന്ന് താമസിക്കുന്നവർക്ക് ഇനി വോട്ട് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനം. റഷ്യൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു നിയമത്തിൽ ഒപ്പുവെക്കണമെങ്കിൽ അത് വലിയ ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.